തീർച്ചയായും അജിംഷാദ്, ഒരുപക്ഷെ കുത്തകകൾക്കെതിരെ പ്രത്യേകിച്ച് മാധ്യമരംഗത്ത് കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ ശക്തമായ ജനകീയ ബദലൊരുക്കിയ പ്രസ്ഥാനമാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. അതിന്റെ 14ാമത് സംസ്ഥാന സമ്മേളനവും ചരിത്രം രചിച്ചുകൊണ്ട് കോഴിക്കോട് സമാപിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതിന്റെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രവീൺ മോഹൻ ചേരുന്നു. സിഒയുടെ പുതിയ അദ്ദേഹത്തെ ഇപ്പോൾ ആളുകൾ അഭിനന്ദനങ്ങൾ കൊണ്ട് പൊതിയുകയാണ്. ആ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ശ്രീ പ്രവീൺ മോഹൻ, എന്തായാലും സിഒഎ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്കറിയാം ജനകീയ ബദൽ തീർത്ത കോർപ്പറേറ്റുകൾക്കെതിരായ പോരാട്ടത്തിൽ ജനകീയ ബദൽ തീർത്ത ഒരു പ്രസ്ഥാനമാണ്. ഇനി ഇതിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും ആ കോർപ്പറേറ്റുകൾക്കെതിരായ പോരാട്ടം തുടരും. പക്ഷേ മറ്റ് എന്തൊക്കെയാണ് താങ്കൾ ഇതുമായി സൂചിപ്പിക്കുകയുണ്ടായി, പുതിയ സംരംഭക രംഗത്ത് ഉൾപ്പെടെ വൈവിധ്യവൽക്കരണം കൊണ്ടുവരുന്നു എന്നുള്ളത്. എന്താണ് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ സംഘടന ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും വെല്ലുവിളികൾ അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളൊരു യാഥാർത്ഥ്യം. അത് വിവിധ മേഖലകളിൽ ചെറുകിട മേഖലയെ തകർക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളുമായി കോർപ്പറേറ്റ് കമ്പനികൾ കടന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ്. അവിടെ അതിന് ശക്തമായ ബദലൊരുക്കി നിൽക്കുന്ന ഒരു പാരമ്പര്യം സിഒഎ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് കേരള വിഷൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇന്ന് കേരളത്തിൽ ഇത്രയും വലിയ ഒരു നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങളുടെ പ്രവർത്തന മേഖല ഞങ്ങളുടെ പരമ്പരാഗത ഒരു ബിസിനസ് രംഗത്ത് നിന്നും എന്ന് പറഞ്ഞാൽ കേബിൾ TV ബ്രോഡ്ബാൻഡ് രംഗത്തു നിന്നും കുറച്ചുകൂടി മാറി കേരളത്തിന്റെ പുതിയ സംരംഭങ്ങളായ ടൂറിസം രംഗത്തേക്കും അതേപോലെ തന്നെ കൺസ്യൂമർ മാർക്കറ്റിംഗ് രംഗത്തേക്ക് അടക്കം കേരള വിഷൻ കടന്നു വരും എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തെ ചൂഷണം ചെയ്യാൻ വരുന്ന കോർപ്പറേറ്റുകൾക്ക് ബദലായി കേരള വിഷൻ മുമ്പിലുണ്ടാവും. അതിന് വിവിധ സംരംഭങ്ങളുമായി തീർച്ചയായും മുന്നോട്ട് പോകും. പുതിയ കമ്മിറ്റി ആരൊക്കെയാണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, അതായത് നമ്മൾ നേരത്തെ അത് പ്രഖ്യാപിച്ചു, എന്നാലും പുതിയ സംസ്ഥാന പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്ന് നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള സുരേഷ് PB ആണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ സംസ്ഥാന ട്രഷററായിട്ട് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ബിനു ശിവദാസാണ്. അതുപോലെ തന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റായിട്ട് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള M മൻസൂർ, അതേപോലെ തന്നെ ജ്യോതികുമാർ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ളത്. 2 ജോയിന്റ് സെക്രട്ടറിമാരാണ്. ഒരാൾ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള നിസാർ കോയപ്പറമ്പിൽ, മറ്റൊന്ന് CBPS എൻ്റെ തന്നെ ജില്ലയിൽ നിന്നുള്ള കോട്ടയം നിന്നുള്ള CBPS. ഇതാണ് പുതിയ ഭാരവാഹികൾ. എക്സിക്യൂട്ടീവ് നിലവിലുള്ള പഴയുള്ള കമ്മിറ്റി തന്നെ തുടരും.